بسم الله الرحمن الرحيم. ولولا أن يكون الناس أمة واحدة لجعلنا لمن يكفر بالرحمن لبيوتهم سقفا من فضة ومعارج عليها يظهرون ولبيوتهم أبوابا وسررا عليها يتكئون وزخرفا وإن كل ذلك لما متاع الحياة الدنيا والآخرة عند ربك للمتقين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1711 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 43-ാമത്തെ അധ്യായമായ സൂറത്ത് സുഹ്റഫിലെ 33 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولولا أن يكون الناس أمة واحدة لجعلنا لمن يكفر بالرحمن لبيوتهم سقفا من فضة ومعارج عليها يظهرون ولبيوتهم أبوابا وسررا عليها يتكئون وزخرفا وإن كل ذلك لما متاع الحياة الدنيا والآخرة عند ربك للمتقين. صدق الله العلي العظيم. സൂറത്ത് സുഹ്റുഫിലെ 33 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ അതിന്റെ തൊട്ടുമുകളിലുള്ള ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട അതേ വിഷയത്തിന്റെ ബാക്കിയാണ്, അതിന്റെ തുടർച്ചയാണ് ഈ ആയത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ആശയപരമായി അതിന്റെ തൊട്ടുമുകളിലുള്ള ആയത്തുകളുടെ തുടർച്ചയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എന്തുകൊണ്ട് ദൈവിക ദൗത്യം നൽകപ്പെട്ടു, എന്തുകൊണ്ട് മക്കയിലെയും തായിഫിലെയും പോലെയുള്ള പട്ടണങ്ങളിലെ പ്രമാണിമാരെയോ പ്രമുഖരായ ആളുകളെയോ ഒന്നും തന്നെ അതിനായി പരിഗണിക്കപ്പെടുകയുണ്ടായില്ല എന്നതാണ് അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന വിഷയം. ഒരു മനുഷ്യനെയാണ് ഈ ദൈവിക ദൗത്യം നിർവഹിക്കാൻ, ഈ പ്രവാചകത്വ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എന്തുകൊണ്ടും കൂടുതൽ അനുയോജ്യരായിരുന്നത് ഈ രണ്ട് പട്ടണങ്ങളിലെ ഒരു വലിയ പ്രമാണിയായ ഒരാള്, വളരെ പ്രമുഖനായ ഒരാള് ആയിരുന്നില്ലേ അതിന് കൂടുതൽ യോജിച്ചത് എന്നതാണ് മക്കയിലെ മുശ്രിക്കുകളും കുഫാറുകളും ഒക്കെയായ ആ സമൂഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ നിരാകരിച്ചുകൊണ്ട് ചോദിക്കുകയുണ്ടായി. ഒന്നാമതായി അവര് നേരത്തെ ഉന്നയിച്ചിരുന്ന ചോദ്യം, മനുഷ്യർക്കിടയിൽ ദൈവിക ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഒരു മനുഷ്യനെ തന്നെയാണോ അയച്ചിരിക്കുന്നത്, ഒരു മലക്കിനെയൊക്കെയാണ് അയച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവികമായി നിയോഗിക്കപ്പെട്ട ഒരു മലക്കാണ്, ദൈവികമായി ചുമതല ഏൽപ്പിക്കപ്പെട്ട ദൗത്യ നിർവഹണമാണിത് എന്ന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടായിരുന്നല്ലോ. അപ്പോ ഒരു മലക്കിനെ ആയിരുന്നില്ല അയക്കേണ്ടിയിരുന്നത് എന്ന ഒരു ചോദ്യം അവർ നേരത്തെ ഉന്നയിച്ചതാണ്. ഭൂമിയിൽ ജീവിക്കുന്നത് മലക്കുകളായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മലക്കുകളിൽപ്പെട്ട ഒരുവനെ
നാം ആ ദൗത്യവുമായിട്ട് നിയോഗിക്കുമായിരുന്നു എന്ന് അള്ളാഹു അതിന് മറുപടി നൽകിയതും വിശുദ്ധ ഖുർആനിലൊരിടത്ത് നമുക്ക് കാണാം. മലക്കുകളിൽപ്പെട്ട ഒരാളെ ദൈവിക ദൗത്യം നിർവഹിക്കാൻ, മനുഷ്യരെ സംസ്കരിക്കാൻ, അവരെ ഉത്തമ സ്വഭാവ ഗുണങ്ങളുള്ള, ലക്ഷ്യബോധമുള്ള ഒരു കൂട്ടരാക്കി മാറ്റാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആളുകൾ പലപ്പോഴും അതൊരു കാരണമായിട്ട് ഒഴിഞ്ഞു മാറാനുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ട് പറയുമായിരുന്നു. അയാളൊരു മലക്കല്ലേ, അയാൾക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് എന്താ ബുദ്ധിമുട്ടുള്ളത്, നമ്മള് മനുഷ്യന്മാരല്ലേ, നമുക്കത് സാധിക്കുമോ എന്നൊക്കെയുള്ള വിധത്തിലുള്ള സംസാരമാണ് മിക്കവരും ഒരു പ്രതികരണമായിട്ടോ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറാനുള്ള ഒരു എക്സ്ക്യൂസ് ആയിട്ടോ ഒക്കെ പറയുമായിരുന്നത്. അള്ളാഹു അങ്ങനെയല്ല, മനുഷ്യർക്കിടയിൽ അവരെ സംസ്കരിക്കുന്നതിനും അവരെ സന്മാർഗികളാക്കുന്നതിനൊക്കെ വേണ്ടി മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ഒരാളെ തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് എന്നതാണ് അതിനുള്ള ന്യായമായിട്ട് അള്ളാഹു നൽകുകയുണ്ടായത്. അതിനെ തുടർന്ന് അങ്ങനെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മക്കയും ത്വായിഫും പോലെയുള്ള ഈ രണ്ട് പട്ടണങ്ങളിലെ ധാരാളം പ്രമാണിമാരും പ്രമുഖരും ഒക്കെ അവിടെ ഉണ്ടല്ലോ, അവരുടെ കൂട്ടത്തിൽ ഒരാളെ അതിനു വേണ്ടി തെരഞ്ഞെടുത്തില്ല എന്നൊരു ചോദ്യമാണ് തുടർന്ന് അവർ ഉന്നയിക്കുന്നത്. അപ്പൊ അതിനുള്ള മറുപടി അള്ളാഹു കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളിലായിട്ട് നൽകുകയുണ്ടായി. അള്ളാഹുവിന്റെ റഹ്മത്ത് വിഹിതം വെച്ച് കൊടുക്കുന്ന പണി ഇവരെയാണോ ഏൽപ്പിച്ചിട്ടുള്ളത്? ഇവരാണോ അത് തീരുമാനിക്കേണ്ടത്? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അത് ഏത് വിധത്തിലുള്ളതായാലും ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ശേഷി പോലെയുള്ള അനുഗ്രഹങ്ങൾ, അതുപോലെ മനുഷ്യർക്കിടയിൽ സംസ്കരണ പ്രവർത്തനം നടത്തിക്കൊണ്ട് അവരെ ലക്ഷ്യബോധമുള്ള ഒരു സമൂഹമാക്കി മാറ്റുന്ന പ്രവാചകത്വ ദൗത്യം, ഇങ്ങനെയൊക്കെയുള്ള അനുഗ്രഹങ്ങള് തീരുമാനിക്കുന്നത് അത് ആര് എങ്ങനെ എത്രത്തോളം ഈ വക കാര്യങ്ങൾ നൽകപ്പെടണം എന്നത് തീരുമാനിക്കേണ്ടത് ഇവരാണോ, ഇവരെ അതിന് ഏൽപ്പിച്ചതാണോ എന്നതാണ് അള്ളാഹു അതിന് പ്രതികരണമായിട്ട് ഒരു ചോദ്യം എറിയുന്നത്. അതോടൊപ്പം അള്ളാഹു പറഞ്ഞൊരു കാര്യം, ഈ കാര്യം എന്നല്ല, അള്ളാഹുവിന്റെ റഹ്മത്ത് ആർക്ക് എപ്പോഴൊക്കെ ഏതൊക്കെ വിധത്തിൽ നൽകണം എന്നത് ഇവര് തീരുമാനിക്കുന്നില്ല എന്ന പോലെ തന്നെ, അല്ലെങ്കിൽ അത് തീരുമാനിക്കുന്നത് അള്ളാഹു ആണ് എന്ന പോലെ. അത് മാത്രമല്ല, നഹ്നു ഖസംന ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ, ഭൗതിക ലോകത്തെ അവരുടെ ജീവിത വിഭവങ്ങളുടെ മഈശത്തിന്റെ വിതരണം ചെയ്യൽ, അതിന്റെ വിഭജനവും അതിന്റെ വിഹിതം വെക്കലും ഒക്കെ തന്നെയും നാം ആണ് നിർവഹിച്ചിരിക്കുന്നത് എന്നാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. അത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചിലരെ മറ്റു ചിലരെക്കാൾ ഉയർന്ന പടവുകളിലായിട്ട് അള്ളാഹു നിശ്ചയിക്കുകയുണ്ടായി. അത് അവരെ പരസ്പരം സേവനം പ്രയോജനപ്പെടുത്തുന്നവരായി, പരസ്പരം ആശ്രയം കണ്ടെത്തുന്നവരായി മാറ്റുകയുണ്ടായി. അതിനുവേണ്ടിയാണ് എന്നതുകൂടി അള്ളാഹു അവിടെ വ്യക്തമാക്കുകയുണ്ടായി. അള്ളാഹുവിന്റെ ഈ അനുഗ്രഹങ്ങളിൽപ്പെട്ട പലതും സാമ്പത്തികമായ അല്ലെങ്കിൽ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട പലതും ഇവര് സമാഹരിക്കുന്നുണ്ട്. അതിന്റെ പേരിലാണ് ഇപ്പോ മക്കയിലെയും ത്വായിഫിലെയും പ്രമാണിമാര് കൂടുതൽ അർഹരാണ് പ്രവാചകത്വം ലഭിക്കുവാൻ. അത്രത്തോളം അർഹത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇല്ല എന്ന് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവര് കൂടുതൽ സമ്പന്നരും ഭൗതിക ജീവിത വിഭവങ്ങള് കൂടുതൽ നൽകപ്പെട്ടവരുമാണ് എന്നതിനാലാണ്. അതാണ് അവരുടെ ഒരു മാനദണ്ഡമായിട്ട് അവര് ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. എന്നാൽ അവര് കൈവശം വെച്ചിരിക്കുന്ന, അവര് സമാഹരിച്ചിട്ടുള്ള, അവരുടേതായി അവര് കൊണ്ടു നടക്കുന്ന ഈ ഭൗതിക ജീവിത വിഭവങ്ങൾ ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ എത്രയോ ഉത്തമമായതാണ് ദൈവിക കാരുണ്യം. ആ ദൈവിക കാരുണ്യമാണ്, ദൈവിക അനുഗ്രഹം, റഹ്മത്താണ് ഇവിടെ പ്രത്യേകമായിട്ട് ആർക്ക് നൽകണം എന്നത് അള്ളാഹു അവന്റെ അഭീഷ്ടപ്രകാരം തീരുമാനിച്ചിരിക്കുന്നു എന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ ഈ ദൗത്യം, പ്രവാചകത്വം എന്ന കാര്യം,
അത് മാനവകുലത്തിന് ഒന്നാകെയുള്ള കാരുണ്യമായിട്ട് അള്ളാഹു നൽകിയിട്ടുള്ളതാണ്. അത് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. അത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തിന് ഈ ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങളോ ആഗ്രഹാഭിലാഷങ്ങളോ മാനദണ്ഡമല്ല. അതിന് സമ്പത്തുള്ളവൻ എന്നതോ സമൂഹത്തിൽ സ്വാധീനമുള്ള ആള് എന്നതോ അധികാരമോ പദവിയോ ഉള്ള ആള് എന്നതോ ഒന്നും അള്ളാഹു ഒരു മാനദണ്ഡമായി കാണുന്നേ ഇല്ല. എന്ന് മാത്രമല്ല, സമ്പത്തും അതുപോലെയുള്ള കാര്യങ്ങളും നൽകുന്ന പ്രിവിലേജസ് ഇവർക്ക് ലഭിച്ചത് തന്നെ അള്ളാഹു അങ്ങനെ ഒരു നടപടിയിലൂടെ അവർക്ക് സമ്പത്തും അതുപോലെയുള്ള അനുഗ്രഹങ്ങളും നൽകിയത് കൊണ്ട് മാത്രമാണ്. അത് വേണ്ടാന്ന് വെക്കാനോ അവർക്ക് അതിൽ കൂടുതൽ നൽകാനോ അല്ലെങ്കിൽ അത്ര നൽകാതിരിക്കാനോ ഒക്കെ കഴിയുന്നവനാണ് അള്ളാഹു. അത് അവന്റെ ഇച്ഛപ്രകാരം നിർവഹിക്കപ്പെട്ട കാര്യം മാത്രമാണ്. അതിന്റെ അടിസ്ഥാനത്തിലല്ല ആരെ പ്രവാചകനായിട്ട് നിയോഗിക്കണം എന്നത് തീരുമാനിക്കപ്പെടുന്നത്. അത് പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള അവന്റെ ഇച്ഛപ്രകാരമുള്ള ഒരു സംഗതിയാണ് എന്നതാണ് വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. അതിനെ തുടർന്നാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകൾ വരുന്നത്. ആ ആയത്തുകൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. വലൗല അൻ യകൂന നാസു ഉമ്മത്തൻ വാഹിദത്തൻ, ജനങ്ങൾ ഒരൊറ്റ ഉമ്മത്തായിട്ട് ഒരേപോലെയുള്ളവരായി മാറുമായിരുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ലെങ്കിൽ ലജഅൽന ലിമൻ യക്ഫുറു ബിർറഹ്മാനി, കാരുണ്യവാനായ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളെ നാം തുടർന്ന് പറയുന്ന പല അത്ഭുതകരമായ അനുഗ്രഹങ്ങളും കൊടുത്ത് അവരെ വലിയ ഐശ്വര്യവാന്മാരാക്കുമായിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ തുടർന്നുള്ള വാക്കുകളിലുണ്ട്. അപ്പൊ ഇവിടെ ഒന്നാമതായിട്ട് അള്ളാഹു പറയുന്നത്, അള്ളാഹു നിലവില് പിന്തുടരുന്ന തരം നയവും നിലപാടും ഒക്കെ പിന്തുടർന്നു പോരുന്നതിന്റെ ഒരു കാരണം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു സംഗതിയാണ്. എല്ലാവരും ഒരേപോലെയുള്ള ഒരൊറ്റ ഉമ്മത്തായിട്ട് ഒരേ സ്വഭാവത്തിൽ ഉള്ളവരായി മാറുമായിരുന്നു എന്നൊരവസ്ഥ ഉണ്ടായിരുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു ഭീഷണിയോ പ്രതിസന്ധിയോ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ നിഷേധികൾക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ അങ്ങ് ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സത്യനിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വലിയ ദൈവികാനുഗ്രഹങ്ങൾ ലഭിക്കും. അവര് നിരന്തരം ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ഐശ്വര്യം നേടുന്നവരായിക്കൊണ്ട് അങ്ങനെ വലിയ ആർഭാടത്തിലും അതുപോലെ വലിയ ഭൗതിക ജീവിത ഐശ്വര്യങ്ങളിലുമൊക്കെ ആയിട്ട് ജീവിക്കുന്നവരായി ഒരേപോലെ എല്ലാവരും നിഷേധത്തിന്റെ ആ മനോഘടനയുമായിട്ട് അങ്ങനെ അതിലേക്ക് തന്നെ തൂങ്ങിക്കൊണ്ടു പോകാൻ ഇടയാകും എന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവർക്ക് അള്ളാഹു അങ്ങ് ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. വിശ്വാസം ഉൾക്കൊള്ളാൻ കൂട്ടാക്കാത്ത ആളുകൾക്ക് പ്രത്യേകമായിട്ട് അങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആളുകൾ അതൊരു ക്യൂ ആയി കണ്ടുകൊണ്ട് അതൊരു സൂചനയായി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും തന്നെ അവിശ്വാസികളായി മാറുന്നതിനുള്ള വ്യഗ്രതയിലാവും. മനുഷ്യ സമൂഹം ഒന്നാകെയായിട്ട് അങ്ങനെ കുഫറിന്റെ ഒരു ഉമ്മത്തായിട്ട് അങ്ങനെ മാറും. എല്ലാവരും കുഫറിന്റെ ആളുകളായിട്ട് നിലകൊള്ളുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകും എന്നതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഈ ഒരു കാര്യം ചെയ്യാതെ ഇരുന്നത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. എന്താണ് നിഷേധികൾക്കായിട്ട് അള്ളാഹു ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് പറയുന്ന കാര്യം, അതാണ് തുടർന്ന് അള്ളാഹു ഇതേ ആയത്തിൽ വ്യക്തമാക്കുന്നത്. ലിബുയൂതിഹിം ലജഅൽനാ ലിമൻ യക്ഫുറു ബിർറഹ്മാനി, കാരുണ്യവാനെ നിഷേധിക്കുന്ന, കാരുണ്യവാനായ റബ്ബിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് നാം നിശ്ചയിച്ചു കൊടുക്കുമായിരുന്നു, ചെയ്തു കൊടുക്കുമായിരുന്നു. എന്താണ്? ലിബുയൂതിഹിം, അവരുടെ വീടുകൾക്ക്, അവരുടെ ഭവനങ്ങൾക്ക് സഖഫം മിൻ ഫിദ്ദ, വെള്ളിയുടെ
മേൽപ്പുരകൾ, വെള്ളി കൊണ്ട് കമനീയമാക്കപ്പെട്ട, ആകർഷകമായി അലങ്കരിക്കപ്പെട്ടിട്ടുള്ള വെള്ളി മേൽപ്പുരകൾ അവർക്ക് നാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. വെള്ളിയും സ്വർണമൊക്കെയാണ് ഇവര് വലിയ വിലയുള്ളതായിട്ട്, വലിയ വലിയ ആളുകളുടെ പ്രമാണിയാണ്, പ്രമുഖനാണ് എന്നതൊക്കെ തീരുമാനിക്കുന്നതിന്റെ ഒരു മാനദണ്ഡമായിട്ട് ഈ ആളുകൾ കാണുന്നത്. മക്കയിലെയും തായിഫിലെയും പ്രമാണിമാർക്ക് വെള്ളിയും സ്വർണമൊക്കെ ഉണ്ട്. മുഹമ്മദിന് അങ്ങനെ ഒന്നുമില്ല. അതിനാൽ ഈ ആളുകൾക്ക് മുഹമ്മദ് അയോഗ്യനായിട്ട് അനുഭവപ്പെടുകയാണ്. അള്ളാഹുവിടെ പറയുന്നത്, മനുഷ്യരൊക്കെ ഒരേ വിധം ചിന്തിക്കുന്നവരും പ്രവർത്തിക്കുന്നവരും ഒരേ ദിശയിൽ ചലിക്കുന്നവരുമായി പോവുക എന്നൊരു സാധ്യത ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ കുഫാറുകൾക്ക്, ഈ നിഷേധികൾക്ക് നാം വെള്ളി കൊണ്ടുള്ള മേൽക്കൂരകൾ അല്ലെങ്കിൽ മേൽപ്പുരകൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. മാരിജ അലൈഹ യദ്ഹറൂൻ, അവർക്ക് മുകളിലോട്ട് മാളികകളിലേക്ക് കയറിപ്പോകാൻ വേണ്ട ഗോവണിപ്പടികളും നാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. എങ്ങനത്തേതാണ്? സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഒക്കെയുള്ള. വെള്ളിയാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. തുടർന്ന് സ്വർണത്തിന്റെ കാര്യവും സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോ മാരിജ അലൈഹ യദ്ഹറൂൻ, അവര് കയറിപ്പോകുന്ന, യദ്ഹറു എന്ന് പറഞ്ഞാൽ ക്ലൈം ഓൺ ടോപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പറയാം. അതിന്റെ മുകളിലേക്ക് കയറി പോകുന്നതിനായിട്ടുള്ള, മാരിജ് എന്നുള്ളത് മെഹറാജ് എന്നതിന്റെ ബഹുവചനാണ്. ഇത് ഇസ്രാഉം മെഹറാജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പരിചയമുള്ള പദമാണ്. മാരിജ് എന്ന് പറഞ്ഞാൽ സ്റ്റെയേഴ്സ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സാധ്യതയുള്ള അർത്ഥം. കയറിപ്പോകാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം, ഒരു സ്പൈറൽ സ്റ്റെയർ കേസ് ഒക്കെ പോലെയുള്ള ഒരു സംഗതി എന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാം. അപ്പോ നാം അവർക്ക് വെള്ളി കൊണ്ടുള്ള മേൽപ്പുരകൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അവരുടെ വീടുകൾക്ക് വെള്ളി കൊണ്ടുള്ള മേൽപ്പുരകൾ തന്നെ, അത്രയും ആകർഷകമായ, അത്രയും വലിയ സമ്പന്നതയുടെ ദൃശ്യ ലക്ഷണങ്ങളൊക്കെ നാം അവർക്ക് നൽകുമായിരുന്നു. അപ്പോ സുഖുഫം മിൻ ഫിദ്ദത്തിൻ, അതുപോലെ മാരിജ അലൈഹ യദ്ഹറൂൻ, മാരിജ് വെള്ളി കൊണ്ട് തന്നെയുള്ള മാരിജും നാം അവർക്ക് നിർമ്മിച്ചു കൊടുക്കുമായിരുന്നു. അലൈഹ യദ്ഹറൂൻ, എന്നിട്ട് അങ്ങനെ വെള്ളി കൊണ്ടുള്ള വളരെ ആകർഷകമായ തിളക്കമുള്ള ആ ഗോവണിപ്പടികളിലൂടെ അവർ കയറി പോകുന്ന വിധത്തിൽ നാം അവരുടെ വീടുകളെ വളരെ ആകർഷകമാക്കി കൊടുക്കുമായിരുന്നു. അതുപോലെ വലി ബുയൂത്തിഹിം അബുവാബ, അവരുടെ വീടുകൾക്കായി നാം വാതിലുകളും നൽകുമായിരുന്നു. വസുറൂറൻ അലൈഹ യത്തക്കിഊൻ, അവർക്ക് ചാരിയിരിക്കാനോ അല്ലെങ്കിൽ ഒരു വിശ്രമം എന്ന നിലക്ക് ഒന്ന് ചെരിഞ്ഞു കിടക്കാനോ ഒക്കെ പറ്റുന്ന തരം മഞ്ചങ്ങളും ഇരിപ്പിടങ്ങളും ഒക്കെയും നാം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. വസുഖ്റുഫ, അത് നേരത്തെ പറഞ്ഞ സംഗതിയോട് ചേർത്ത്, മിൻ ഫില്ല എന്ന് പറഞ്ഞതിനോട് ചേർത്ത് പറയുന്ന ഒരു പ്രയോഗമാണ് വസുഖ്റുഫ എന്നത്. സ്വർണം കൊണ്ടുള്ള അലങ്കൃതമായ, സ്വർണാലങ്കാരമുള്ള കട്ടിലുകള് അല്ലെങ്കിൽ സോഫകള്, അതുപോലെ കവാടങ്ങൾ, വീട്ടിനകത്തെ വാതിലുകളൊക്കെ തന്നെ ആ നിലക്ക് ആകർഷകമായി അലങ്കരിച്ചൊരുക്കി കൊടുക്കുമായിരുന്നു ഈ കുഫാറുകൾക്ക്. പക്ഷെ ഈ കുഫാറുകൾക്ക് അള്ളാഹു അത്രത്തോളം കൊടുത്തിട്ടില്ല. കൊടുക്കാതിരുന്നതിന് ഒരു കാരണമായിട്ട് അള്ളാഹു ഇവിടെ പറയുന്നത്, അത് മനുഷ്യരെ ഒരേ വിധത്തിൽ ചിന്തിക്കുന്ന, ഒരേ വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരേ ഉമ്മത്തായിട്ട് മാറ്റിക്കളയുമായിരുന്നു. അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടിയാണ് നാം അത് ചെയ്യാതിരുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിഷേധ നിലപാട് സ്വീകരിക്കുന്ന ആളുകളൊക്കെയും ഈ സ്വർണവും വെള്ളിയും കൊണ്ട് അലങ്കൃതമായ മേൽപ്പുരകളുള്ളവരും കവാടങ്ങളുള്ളവരും അതുപോലെയുള്ള മഞ്ചങ്ങളും കട്ടിലുകളും ഒക്കെ ഉള്ളവരും അങ്ങനെയൊക്കെയുള്ള വലിയ
അലങ്കാരങ്ങളോട് കൂടിയുള്ള ഭവനങ്ങളിൽ കഴിയുന്നവരായി ഈ നിഷേധികളൊക്കെയും ഒന്നിനു പുറകെ ഒന്നായി അങ്ങനെ മാറുകയാണെങ്കിൽ ഭൂമുഖത്തുള്ള എല്ലാവരും നിഷേധികളാവുക എന്നത് തന്നെ ഒരു ഏർപ്പാടാക്കി മാറ്റുമായിരുന്നു. എല്ലാവരും നിഷേധികളായി അങ്ങനെ നിഷേധികളുടെ ഒരു ഉമ്മത്തായിട്ട് അവര് മാറുമായിരുന്നു എന്ന ഒരു സാധ്യത ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇവരേതായാലും ഇവിടെ നിഷേധികളായി ജീവിച്ചു മരിച്ചു പോകാനുള്ളവരാണ്. അവർക്കിനി മരണശേഷം യാതൊരു സൗഭാഗ്യവും വരാനില്ല എന്ന ഒരു പരിഗണനയില് അള്ളാഹു ഈ നിഷേധികളാവുന്നവർക്കൊക്കെ തന്നെ സ്വർണവും വെള്ളിയും കൊണ്ടുള്ള അലങ്കാരങ്ങൾ അങ്ങ് കൊടുത്ത് അവർക്ക് വേണ്ട വിധത്തില് ആനന്ദ തിമർപ്പിൽ കഴിയാനുള്ള അവസരങ്ങൾ അള്ളാഹു തുറന്നിട്ട് കൊടുക്കുമായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. പക്ഷെ അത്രത്തോളൊന്നും അള്ളാഹു നൽകിയിട്ടില്ല. മക്കയിലെയും ത്വായിഫിലെയും ഇവിടെ പറയപ്പെട്ട ഈ പ്രമാണിമാരുടെ ഐശ്വര്യം എന്നൊക്കെ പറയുന്നത് വളരെ പരിമിതമാണ്. അക്കാലത്ത് റോമിലും പേർഷ്യയിലും ഒക്കെ ഉണ്ടായിരുന്ന കുബേര കുടുംബങ്ങളുടെയും അധികാരി വർഗങ്ങളുടെയും ഒക്കെ സുഖലോലുപതയുടെ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോൾ മക്കയിലെയും ത്വായിഫിലെയും ആളുകൾ വലിയ പ്രമാണിമാരായിട്ട് ഇവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ സമ്പന്നതയും അവരുടെ സുഖലോലുപതയും ഒക്കെ വളരെ പരിമിതമായിരുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഒരു നയവും ഒരു നിലപാടും ഒക്കെ കാരണമായിട്ടാണ് അവർക്ക് ആ പരിമിതികളിലൊക്കെ കഴിയേണ്ടി വന്നത്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർക്ക് വെള്ളിയുടെയും സ്വർണത്തിന്റെയും മേൽക്കൂരകൾ അല്ലെങ്കിൽ മേൽപ്പുരകൾ അല്ലെങ്കിൽ അവർക്ക് ചാരിയിരിക്കാൻ വേണ്ട ശയ്യകളോ അല്ലെങ്കിൽ കട്ടിലുകളോ മഞ്ചങ്ങളോ ഒക്കെ അവർക്ക് മാളിക മുകളിലേക്ക് കയറിപ്പോകാൻ വേണ്ട ഗോവണിപ്പടികൾ അതുപോലെ അവരുടെ അറകൾക്കും മുറികൾക്കും ഒക്കെ ആയിട്ടുള്ള കവാടങ്ങൾ ഇതൊക്കെയും തന്നെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള അലങ്കാരങ്ങളോട് കൂടിയുള്ളതായി മാറുമായിരുന്നു. നാം അങ്ങനെ അവർക്ക് അലങ്കരിച്ച് നൽകുമായിരുന്നു. പക്ഷെ അങ്ങനെ നിഷേധികൾ അങ്ങനെ കൂടെ കൂടെ ഭൗതികമായ ഇത്തരം സുഖാഡംബരങ്ങൾ അനുഭവിക്കുന്നവരായിട്ട് കാണപ്പെട്ടാൽ സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു പ്രവണത എല്ലാ ആളുകളും അതേ രീതിയിൽ ചിന്തിക്കുകയും അതേ രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരേ സ്വഭാവക്കാരായ ഒരു ഉമ്മത്തായിട്ട് മാറുമായിരുന്നു. നിഷേധികൾ മാത്രമാകുമായിരുന്നു ഭൂമുഖത്തുണ്ടാവുക. എല്ലാ മനുഷ്യരും നിഷേധികളായിക്കൊണ്ടുള്ള ഒരു സമൂഹമായിട്ട് അവര് മാറുമായിരുന്നു. അങ്ങനെ എല്ലാവരും നിഷേധികളായിക്കൊണ്ട് നന്ദി കെട്ടവരായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് മനുഷ്യ സമൂഹം നിലനിൽക്കണം എന്ന ഒരു കാര്യം അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ അവസരം ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു ക്രമീകരണമാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. ചിലർക്ക് ചില അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു, വേറെ ചില അനുഗ്രഹങ്ങൾ അവർക്കില്ല. വേറെ ചിലർക്ക് മറ്റു ചില അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഇക്കൂട്ടർക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ അത്രത്തോളം അവർക്ക് ലഭിച്ചിട്ടില്ല. ഇങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതില് ആളുകളെ പരസ്പരം ആശ്രയിക്കുന്ന ഒരു അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടാണ് അള്ളാഹു അത് നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കൂട്ടര് മറ്റൊരു കൂട്ടരുടെ സേവനം പ്രയോജനപ്പെടുത്തേണ്ടി വരുന്ന ഒരു പരസ്പരം പ്രതിബദ്ധത കാണിക്കാൻ നിർബന്ധിതരാകുന്ന വിധത്തിലുള്ള ഒരു ക്രമീകരണമാണ് അള്ളാഹു സ്വീകരിച്ചിട്ടുള്ളത്. മറിച്ച് കുഫാറുകൾക്ക് മാത്രമായി വേണ്ടത്ര അങ്ങ് ചൊരിഞ്ഞു കൊടുക്കുകയാണ്. അവർക്ക് സ്വർണത്തിന്റെയും വെള്ളിയുടെയും മേൽപ്പുരകള്, ഗോവണിപ്പടികള്, സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ ഒക്കെ അലങ്കരിച്ച വാതിലുകള്, അവർക്ക് ചാരിയിരുന്ന് വിശ്രമിക്കാൻ പറ്റുന്ന മഞ്ചങ്ങളും കട്ടിലുകളും ഒക്കെ അതൊക്കെയും സ്വർണം കൊണ്ട് അലങ്കരിച്ച വെള്ളി കൊണ്ട് അലങ്കരിച്ച അത്രയും സുഖലോലുപതയുടെ ലക്ഷണങ്ങള് കൊണ്ട് നിറഞ്ഞ ഒരു ജീവിത സാഹചര്യം അള്ളാഹു കുഫാറുകൾക്ക് മാത്രമായി അങ്ങ് കൊടുത്തിരുന്നുവെങ്കിൽ മനുഷ്യരെല്ലാവരും തന്നെ കുഫാറുകളാവുന്നതിന് വ്യഗ്രത കാണിച്ച് ഒരേ ഒരു സമൂഹമായിട്ട് ഒറ്റ ഉമ്മത്തായിട്ട് അവർ മാറുമായിരുന്നു.
അങ്ങനെ എല്ലാവരും കാഫിറുകളാവുക എന്നത് അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. എല്ലാവരും വിശ്വാസികളാവുക എന്നതും ഉദ്ദേശിക്കാത്തതുപോലെ. അപ്പോ മറിച്ച് അള്ളാഹു മനുഷ്യന് ചില ന്യൂനതകള്, പോരായികകളൊക്കെ, ചില അപര്യാപ്തതകളൊക്കെ ഉള്ള വിധത്തിലാണ് അവനെ സൃഷ്ടിച്ചിട്ടുള്ളതും അവന് വിഭവങ്ങളും അവന്റെ അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ചില അനുഗ്രഹങ്ങളൊക്കെ വളരെ കൂടുതൽ കിട്ടിയ ആളുകൾ തന്നെ വേറെ ചില കാര്യങ്ങളിൽ പോരായികകളും പരിമിതികളും ഉള്ളവരായിരിക്കും. അതുകൊണ്ട് അവർ മറ്റ് പലരെയും ആശ്രയിക്കേണ്ടി വരും. ഇങ്ങനെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുള്ളതാണ് മനുഷ്യന് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നത്. എല്ലാ നിലക്കും തികവാർന്ന ഒരു ശരീരം, തികവാർന്ന മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള അവസ്ഥ, തികവാർന്ന വിഭവങ്ങളുടെ ലഭ്യത ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ സമൂഹം പിന്നെ അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു വിഷയം തന്നെ വരുന്നില്ല. എന്നല്ല, അവരെ കണ്ടു വളരുന്ന ബാക്കി തുറന്നു വരുന്ന സമൂഹവും ഇവരെയൊക്കെ പോലെയുള്ള നിലപാട് സ്വീകരിച്ചാലാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുക എന്നൊരു തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടുകൊണ്ട് അവരും അതേ വിധത്തിൽ കുഫാറുകളായിട്ട് രംഗത്ത് വരുന്നത് കാണാൻ സാധിക്കുമായിരുന്നു. അപ്പൊ അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, വലൗല അൻ യകൂനന്നാസു ഉമ്മത്തൻ വാഹിദ, മനുഷ്യരൊക്കെയും ഒരൊറ്റ ഉമ്മത്തായി ഒരേപോലെ ചിന്തിക്കുന്ന, ഒരേ ദിശയിൽ നീങ്ങുന്ന, ഒരേ വീക്ഷണഗതിക്കാരായ ആളുകള് ആയി മാറുമായിരുന്നു എന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നില്ലെങ്കിൽ ലജഅൽന ലിമൻ യക്ഫുറു ബിർറഹ്മാനി, കാരുണ്യവാനായ റബ്ബിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് നാം ചെയ്തു കൊടുക്കുമായിരുന്നു ലി ബുയൂത്തിഹിം, അവരുടെ ഭവനങ്ങൾക്ക്, സുഖ്ഫം മിൻ ഫിദ്ദ, വെള്ളി കൊണ്ടുള്ള മേൽപ്പുരകൾ, വ മആരിജ അലൈഹ യദ്ഹറൂൻ, അവർക്ക് മുകളിലേക്ക് മാളികപ്പുറത്തേക്ക് കയറിപ്പോകാൻ വേണ്ട ഗോവണിപ്പടികള്, വലിബുയൂത്തിഹിം അബ്വാബം വസുറൂറ, അവരുടെ വീടുകൾക്ക് കവാടങ്ങളും മഞ്ചങ്ങളുമൊക്കെയും, അലൈഹ യത്തക്കിഊൻ, അവർക്ക് ചാരിയിരുന്ന് വിശ്രമിക്കാനൊക്കെ പറ്റുന്ന തരം മഞ്ചങ്ങൾ, ഇതൊക്കെയും തന്നെ വെള്ളി കൊണ്ടും വസുഹ്റുഫ, സ്വർണാലങ്കാരങ്ങൾ ഉള്ളത് കൊണ്ടും ഉള്ളവയുമായിട്ട്. അപ്പോ സ്വർണം കൊണ്ട് അലങ്കരിച്ച തരത്തിലുള്ള കട്ടിലുകള്, കവാടങ്ങള്, അതുപോലെ ഇരിപ്പിടങ്ങള്, ഗോവണിപ്പടികള്, അതുപോലെ മേൽപ്പുരകള്, ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ട് നാം ഈ വിധത്തില് കുഫാറുകൾക്ക് സജ്ജീകരിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്നതിന്റെ കാരണം മനുഷ്യരൊക്കെയും ഒരേപോലെ ചിന്തിക്കുന്നവരാവാതിരിക്കുക എന്നതിന് വേണ്ടിയാണ്. അപ്പോ തുടർന്ന് അള്ളാഹു പറയുകയാണ്, വ ഇൻ കുല്ലു ദാലിക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവിടെ പറഞ്ഞ വെള്ളി കൊണ്ടോ സ്വർണം കൊണ്ടോ ഒക്കെയുള്ള മേൽപ്പുര, അതുപോലെയുള്ള സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള ഗോവണിപ്പടികള്, അതുപോലെ കവാടങ്ങളും ഇരിപ്പിടങ്ങളും മഞ്ചങ്ങളും ഒക്കെ, ഇങ്ങനെയുള്ള സംഗതികൾ കുല്ലു ദാലിക, ഇതൊക്കെയും തന്നെ ലമ്മ മതാഉൽ ഹയാത്തി ദുനിയ, ഐഹിക ലോക ജീവിത വിഭവങ്ങൾ മാത്രമാണ്. ഇതൊക്കെയും താൽക്കാലികമായ ഭൗതിക ലോക ജീവിതത്തിന്റെ അലങ്കാരങ്ങളായിട്ടുള്ള വിഭവങ്ങൾ മാത്രമാണ്. വൽആഖിറത്തു ഇൻദ റബ്ബിക ലിൽ മുത്തഖീൻ, ഇതൊന്നും പാരത്രിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഗ്രഹങ്ങളായിട്ടല്ല പറയപ്പെടുന്നത്. ഐഹിക ലോക ജീവിതത്തിന് വളരെ ആകർഷകമായി തോന്നുന്ന ചില മതാഴ് മാത്രമാണ്, ചില ചരക്കുകൾ മാത്രമാണിത്. എന്നാലോ പാരത്രിക ലോകം എന്ന വേണ്ട വിധത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു ലോകമുണ്ട്, ഒരു ജീവിത സാഹചര്യമുണ്ട്. അവിടെ എന്തെല്ലാമാണ് അള്ളാഹു മനുഷ്യർക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ചില സൂചനകൾ മാത്രമേ നമുക്ക് നൽകിയിട്ടുള്ളൂ. ആ ഒരു ലോകം വൽആഖിറത്തു ഇൻദ റബ്ബിക, അപ്പോ പാരത്രിക ലോക ജീവിതം എന്നത് നിന്റെ റബ്ബിന്റെ അടുക്കൽ ആർക്കുള്ളതാണ്? ലിൽ മുത്തഖീൻ, അത് എല്ലാവർക്കും ഉള്ളതല്ല, കുഫാറുകൾക്കും മുഅ്മിനുകൾക്കും ഒരുപോലെ ഉള്ളതല്ല, അത് മുത്തഖികൾക്ക് മാത്രമായിട്ടാണ് അള്ളാഹു ഒരുക്കിയിട്ടുള്ളത്. ഐഹിക ലോകത്ത് ഉള്ളവരും ഇല്ലാത്തവരുമായി
ഈ രണ്ട് വിഭാഗങ്ങളിലും ധാരാളം ആളുകൾ ഉണ്ടാകും. വിശ്വാസികളും ഉണ്ടാകും ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചവര്, അവിശ്വാസികളും ഉണ്ടാകും ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചവര്. വിശ്വാസികളും ഉണ്ടാകും ഏറെ പ്രയാസത്തിൽ കഴിയുന്നവര്, അവിശ്വാസികളും ഉണ്ടാകും ഏറെ പ്രയാസത്തിൽ കഴിയുന്നവർ. അത് അള്ളാഹുവിന്റെ ഒരു ക്രമീകരണമാണ്. അതിന് അള്ളാഹുവിന്റെ ഒരു വലിയ കാരണവും, അള്ളാഹു കാണുന്ന ഒരു വലിയ കാരണവും ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു. എന്നാൽ പാരത്രിക ലോകത്ത് മുത്തഖികൾക്ക് മാത്രമായിട്ടാണ് സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. വൽ ആഖിറത്തു ഇൻദ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കലുള്ള പാരത്രിക ജീവിതം എന്നതുണ്ടല്ലോ, അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു പ്രയോഗമാണ് ഇൻദ റബ്ബിക എന്ന പ്രയോഗം. ഒരാൾക്കും അതില് ഒരു തെറ്റായ ധാരണ അതിനെക്കുറിച്ച് ഉണ്ടാവേണ്ടതില്ല. ഭൗതിക ലോകത്ത് അനുഭവിക്കുന്നത് പോലെയൊക്കെയുള്ള സംഗതികളൊക്കെ തന്നെയല്ലേ അവിടെ നൽകപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. അതിലേറ്റവും പ്രാധാന്യമുള്ളത് ഇൻദ റബ്ബിക എന്നത് തന്നെയാണ്. നിന്റെ റബ്ബിന്റെ അടുക്കലാണത്. നിന്റെ റബ്ബിന്റെ സാന്നിധ്യമാണ് അവിടെ എല്ലാ അനുഗ്രഹങ്ങളെയും വിശിഷ്ടമാക്കി മാറ്റുന്ന ഏറ്റവും സുപ്രധാനമായ സംഗതി. വൽ ആഖിറത്തു ഇൻദ റബ്ബിക ലിൽ മുത്തഖീൻ, അത് മുത്തഖികൾക്ക് മാത്രമായിട്ടുള്ളതാണ്. തഖ്വയുടെ ജീവിത പാത സ്വീകരിച്ച ആളുകൾ, സൂക്ഷ്മതയും ശ്രദ്ധയും ബുദ്ധിപരമായ സത്യസന്ധതയും ഒക്കെ കാണിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിച്ച ആളുകൾ, അവർക്ക് വേണ്ടിയുള്ളതാണ് ഈ പാരത്രിക ലോകത്തെ നിന്റെ റബ്ബിന്റെ അടുക്കലുള്ള സജ്ജീകരണങ്ങൾ എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പോ മക്കയിലെയും ത്വായിഫിലെയും പ്രമാണിമാര് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത സൗകര്യങ്ങളുടെയും സമ്പത്തിന്റെയൊക്കെ പേരിൽ അവരാണ് ഏറ്റവും ഉന്നതര് എന്ന് സങ്കല്പിക്കുന്നുണ്ടെങ്കിൽ, ആ നിലക്ക് അവരെ പരാമർശിച്ചുകൊണ്ട് മക്കയിലെ ഈ അനുവാചക സമൂഹം പറയുന്നുവെങ്കിൽ അവര് മനസ്സിലാക്കിക്കൊള്ളട്ടെ, ഈ പ്രമാണിമാർക്ക് നൽകപ്പെട്ടിരിക്കുന്നത് വളരെ 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 പരിമിതമായ അനുഗ്രഹങ്ങളാണ്. ഒരു അപകടം ഉണ്ടാകും എന്ന് അള്ളാഹു കരുതിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഇവർക്ക് അള്ളാഹു അങ്ങ് ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. ഈ കുഫാറുകൾ സ്വർണത്തിന്റെയും വെള്ളിയുടെയും മേൽപ്പുരകളും ഗോവണിപ്പടികളും കവാടങ്ങളും മഞ്ചങ്ങളും ഇരിപ്പിടങ്ങളും ഒക്കെ ആയിട്ട് വളരെ വളരെ ആകർഷകമായ പലതും അള്ളാഹു അവർക്ക് അങ്ങ് ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. ഇവരുടെ കയ്യിലുള്ളതൊക്കെയും വളരെ നിസ്സാരമാണ്. ഇനി ഈ ചൊരിഞ്ഞു കൊടുക്കുന്നു പറഞ്ഞ സംഗതികളൊക്കെ തന്നെയും നൽകപ്പെട്ടാൽ പോലും അതൊന്നും വലിയ കാര്യമല്ല, വലിയ സംഗതിയൊന്നുമല്ല. യഥാർത്ഥത്തിൽ കവറ്റബിൾ ആയിട്ട് അഭിലഷണീയമായ ഒരാൾക്ക് കൊതിക്കാനും സ്വപ്നം കാണാനും ഒക്കെ ഉള്ളത് പാരത്രിക ലോകത്ത് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നതാണ്. അത് പക്ഷേ അള്ളാഹുവിന്റെ അടുക്കലാണ് എന്നതാണ് അതിന് ഏറ്റവും ആകർഷകമാക്കുന്നത്. കൂടാതെ അത് എല്ലാവർക്കും ഉള്ളതല്ല, അത് തഖ്വ തെളിയിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾക്കുള്ളതാണ്. ഭൗതിക ജീവിത ലോകത്ത് തഖ്വ ഒരു കൈമുതലായിക്കൊണ്ട് ആരൊക്കെയാണോ കഴിഞ്ഞുകൂടിയിട്ടുള്ളത് അവർക്കുള്ളതാണ്. അത് മുത്തഖികൾക്കുള്ളതാണ്. മുത്തഖി എന്നത് ഏത് കാര്യത്തിലും അള്ളാഹുവിനോടുള്ള ഭയപ്പാടിനെ മാനദണ്ഡമാക്കിക്കൊണ്ട് നിലപാടുകൾ സ്വീകരിച്ച ആളുകളാണ് മുത്തഖികൾ. അവര് ദൈവികമായി നൽകപ്പെടുന്ന മാർഗദർശനം എന്ന് പറഞ്ഞ ബുദ്ധിപരമായ അവരുടെ തിരിച്ചറിവുകളെ കാപ്പട്യം കൂട്ടിക്കലർത്തി നശിപ്പിക്കാത്ത ആളുകളാണ്. ബുദ്ധിപരമായ സത്യസന്ധതയുടെ അടിസ്ഥാനത്തില് തീരുമാനങ്ങളിലേക്ക് വന്നവരും അതിന്റെ അടിസ്ഥാനത്തില് ജീവിത പ്രയാണം നിർവഹിച്ചവരും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരും ഒക്കെയാണ്. അങ്ങനെയുള്ള മുത്തഖികൾക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ അടുക്കൽ, നിന്റെ റബ്ബിന്റെ അടുക്കൽ പാരത്രിക ജീവിതം സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അപ്പൊ ഈ ആളുകൾ സങ്കല്പിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് അർഹനല്ല. കൂടുതൽ അർഹതയുള്ളത് മക്കയിലെയും തായിഫിലെയും സമ്പന്നരായ പ്രമാണിമാരാണ് എന്നതാണ് അവരുടെ സങ്കല്പമെങ്കിൽ, സകല കുഫാറുകൾക്കുമായി അള്ളാഹു ഈ അനുഗ്രഹങ്ങൾ അങ്ങ് ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷെ അള്ളാഹു അങ്ങനെ ചെയ്യാതിരുന്നത് മനുഷ്യർക്ക് ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന നിലക്കാണ്.
അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനും കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കാനും ദിശാബോധത്തോടു കൂടിയുള്ള ജീവിത യാത്ര നിർവഹിക്കാനൊക്കെ കഴിയുന്ന വിധത്തില് ചിന്തയുള്ളവരായി അവര് മാറാൻ വേണ്ടിയാണ് അള്ളാഹു ഈ വിവിധങ്ങളായ അനുഗ്രഹങ്ങൾ അവർക്ക് അങ്ങ് ചൊരിഞ്ഞു കൊടുക്കാതെ ഇരുന്നത്. എല്ലാവർക്കുമായിട്ട് അങ്ങനെ അള്ളാഹു നൽകാതിരുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അള്ളാഹു തീർച്ചയായിട്ടും അങ്ങനെ നൽകാതിരുന്നതിൽ ഈ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഇതാണ്: ആളുകൾക്ക് ആലോചന ഉണ്ടാവാൻ അവസരം ഉണ്ടാവണം. പോരായികയും തികവില്ലായികയും ഉണ്ടായാലാണ് ആലോചന ഉണ്ടാവുക. അത് കാരണമായിട്ടാണ് അവര് പരസ്പരം ആശ്രയിക്കുന്നവരായി മാറുക. അങ്ങനെ പരസ്പരം ആശ്രയിക്കുന്നവരായി മാറുമ്പോഴാണ് അവർക്ക് ദൈവബോധം ഉണ്ടാവുക, ജീവിത ലക്ഷ്യം എന്ത് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാവുക. അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോഴാണ് മനുഷ്യ സമൂഹത്തില് അള്ളാഹുവിന് വഴിപ്പെടുന്നവരായിട്ട് കുറച്ചു പേരൊക്കെ ഉണ്ടാവാൻ സാധ്യത നിലനിൽക്കുക. ഇല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്നവരായി സകലരും കുഫാറുകളായിട്ട് മാറുമായിരുന്നു എന്നതാണ് അതിൽ പതിയിരിക്കുന്ന അപകടം. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ വിധത്തില് കാര്യങ്ങളെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എന്നാൽ പാരത്രിക ലോകത്തെ അള്ളാഹു തയ്യാറാക്കി ഒരുക്കിയിരിക്കുന്ന ജീവിത സൗകര്യങ്ങൾ അത് അള്ളാഹുവിനെ പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ, അവരാണല്ലോ മുത്തഖികൾ, അവർക്ക് മാത്രമുള്ളതാണ് എന്നാണ് അള്ളാഹു ഇവിടെ അറിയിക്കുന്നത്. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.